നമുക്ക് സ്വന്തമായിട്ട് തന്നെ വണ്ടിയുടെ ഓയിൽ മാറാവുന്നതാണ്. ബൈക്കായാലും സ്കൂട്ടറായാലും ഏത് മോഡലായാലും ടൂൾസ് ഉണ്ടാകണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ മാറണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിഗിൽ ഷാജി യൂട്യൂബ് ചാനലാണ്, ട്രിക്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു നീളമുള്ളൊരു മൈൻഡസിൻ്റെ സ്കൂട്ടറാണ്. ഓയിലിൻ്റെ ക്യാപ്പയിലോട്ട് ചെറിയൊരു വെട്ടുണ്ട്. വെട്ടിനകത്തൊരു കുത്തിക്കയറ്റുക. ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് ഇങ്ങനെ ഊരി പോരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഊരിയ ഓയിൽ നീഡിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. കാരണം വണ്ടി ഇപ്പോൾ ഇഞ്ചിൻ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ആ ഓയിലില്ലാതെ പറ്റിയിരിക്കുമല്ലേ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന് ശേഷം അതിന് ഒന്നും കൂടെ ഇഞ്ചിനകത്തോട്ട് ഇട്ട് നോക്കുക. ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓയിലിൻ്റെ ലെവൽ എത്രയുണ്ട് നമുക്കൊന്ന് നോക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് വെക്കണം. ബൈക്കായാലും സ്കൂട്ടറായാലും ഏത് മോഡലായ വണ്ടി ആയാലും സെൻറ്റർ സ്റ്റാൻഡ് വെച്ചാലേ ആ ഓയിൽ കറക്റ്റ് ഇഞ്ചിൻ്റെ ബോട്ടത്തിന് വരത്തുള്ളൂ. എന്നിട്ട് നൈസായിട്ട് ഒന്ന് ഊരി നോക്കുക. ഊരി നോക്കുമ്പോൾ ഒരു മണ്ണാങ്കട്ടയും കാണത്തില്ല. അതിൻ്റെ തുള്ളി, അതായത് നീഡിൻ്റെ അറ്റത്തൊരു തുള്ളി, 2 തുള്ളി ഉള്ളൂ ഓയിൽ. ഇതാണ് എൻ്റെ വണ്ടിക്കയുടെ ഇപ്പോഴത്തെ ഓയിലിൻ്റെ അവസ്ഥ. നൈസായിട്ട് നമ്മൾ വീണ്ടും അതിനകത്ത് കുത്തിക്കയറ്റി വെക്കുക. ഇനിയിപ്പം നമുക്കിപ്പോൾ ഓയിൽ വിട്ടാം. ഓയിൽ വിട്ടണമെങ്കിൽ വലിയ പാടും കാര്യങ്ങളൊന്നും ഇല്ല. ആ സ്ക്രൂ ഒന്ന് ഊരിയാൽ മതി. ആ ഞെട്ടൊന്ന് ഊരി ഒന്ന് സെറ്റാക്കാവുന്നേ ഉള്ളൂ, അതിൻ്റെ കാര്യമുള്ളൂ. പിന്നെ വീട്ടിലുള്ള ഏതെങ്കിലും സ്ക്രൂ, അത് അഡ്ജസ്റ്റബിളോ റിംഗ് സ്പാനറോ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അതിൻ്റെ സൈസ് നോക്കുക, തല്ലി കയറ്റുക, 2 അടി ഇടത്തോട്ട് 2 പിടി, അപ്പോൾ തന്നെ ഊരി കൈ വരുന്നതായിരിക്കും. അതായത് വണ്ടിയുടെ ഇഞ്ചിനല്ല, സ്ക്രൂ. ഇപ്പോൾ എൻ്റെ വണ്ടി ആയതുകൊണ്ട് പറയുവാണ്. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് ഇപ്പോൾ ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഓയിൽ നോക്കാതാണ് കിടന്ന് ഓടിയത്. വണ്ടി മാക്സിമം, അതായത് വണ്ടി ഓടിക്കുമ്പോൾ നല്ലപോലെ പമ്മൽ വന്നു. പമ്മലുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓയിൽ ചെക്ക് ചെയ്തത്. അപ്പോഴാണ് ഓയിലിൻ്റെ കാര്യം ഓർത്തത് തന്നെ. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഓയിൽ തീരെ ഇല്ല, ഒരു പോയിൻ്റ് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗതി വരരുത്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ നോക്കി ഓടിക്കുക. പിന്നെ നല്ല വില കൂടുതലുള്ള നല്ല ഓയിൽ വാങ്ങിച്ചൊഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കിടന്ന് ഓടിയാലും വലിയ കുഴപ്പമില്ല, ഇഞ്ചിനൊന്നും വലിയ കുഴപ്പമില്ല. അതായത് 10, 150, 200 രൂപയുടെ ഓയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഇഞ്ചിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയെ കാണത്തുള്ളൂ. മാക്സിമം നമ്മൾ വില കൂടിയ ഓയിൽ വാങ്ങിച്ചൊഴിക്കുക. 900 ml ഉള്ളൂ. ഈ ഓയിൽ ഊറ്റുന്നതൊന്നും വലിയ ആനക്കാര്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് പേടിയുള്ളവർ, അതായത് ഞാൻ എൻ്റെ കയ്യിൽ ടൂൾസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇളക്കിയ വണ്ടികളൊക്കെ അത് നശിച്ചു അങ്ങനെ പേടിയുള്ളവർ, അതായത് മെക്കാനിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, നല്ല സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കി തരും. അത് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് ഇപ്പോൾ 30-40 രൂപ കണ്ടേ ഉള്ളൂ. നിങ്ങൾ ആ ഓയിലിൻ്റെ ആ പരുവ് നോക്കി, നല്ലപോലെ കറുത്ത് കരിക്കട്ട ഊറ്റിരിക്കുകയല്ലേ. മാക്സിമം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ചരിക്കുക, ഊറ്റുക, നല്ലപോലെ ഊറ്റുക. ഇതിന് നല്ലപോലെ കറുത്തിരിക്കുക. അതായത് ഓയിൽ ഇങ്ങനെ ചുമ്മാ തൊട്ട് നോക്കുമ്പോൾ നല്ല തരിതിരിയൊക്കെ ഉണ്ടെങ്കിൽ ഓയിലിൻ്റെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നില്ലേ, അതുവഴി സ്വല്പം പെട്രോളുകൾ ഒഴിച്ചിട്ട് ഒന്ന് അത് വണ്ടി അങ്ങോട്ടൊന്നും കുലുക്കിയിട്ട് മാക്സിമം ഓയിൽ വെള്ളിത്തള്ളുക. എന്നിട്ട് മാത്രമേ നല്ല ഓയിൽ നമ്മൾ ഒഴിക്കാവൂ. ഓക്കെ, ഓയിലിനായിട്ട് നമ്മൾ പിരിച്ച് കയറ്റിയിടുമ്പോഴേ ആ ത്രെഡ് വെട്ടാതെ ഒന്ന് നോക്കുക. ത്രെഡ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് കയറി പോകുന്നതായിരിക്കും. പിന്നെ ത്രെഡ് വെട്ടിക്കഴിഞ്ഞാൽ ടൈറ്റ് ആകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബോട്ടം പൊട്ടിപ്പോകുന്നതായിരിക്കും, ഇഞ്ചിൻ പൊട്ടിപ്പോകുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ് നമ്മൾ ഊറ്റിയത്, ഇത്രയേ ഉള്ളൂ. ഒരു ചിട്ടക്കകത്ത് പോലും ഇല്ല ഓയിൽ, ഇതുപോലെ തീർന്ന് ഒന്നുമില്ല. ഇതാണ് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് ഒഴിക്കുന്ന ഓയിൽ. ഇപ്പം വിട്ടോളിൻ്റെയാണ്, വിട്ടോൾ അങ്ങനെയല്ല പേര് ഞാൻ തോന്നുന്നു. ഈ ഓയിൽ നൈസാണ്, ഒഴിക്കാനും എളുപ്പമുണ്ട്. ഈ അടപ്പ് നല്ലപോലെ ഒന്ന് പിരിച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിക്കാനുള്ള നോബ് വരുന്നതായിരിക്കും. ചോർപ്പും കാര്യങ്ങളൊന്നും വേണ്ട. എന്നിട്ട് ഇത് നമ്മുടെ ആ ഓയിലൊഴിക്കുന്ന ചോർപ്പില്ല ഓയിൽ ഒഴിക്കുന്ന നോസിനകത്തൊന്ന് കുത്തി കയറ്റിയാൽ മതി. നൈസായിട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ മൊത്തം അങ്ങ് പോകുന്നതായിരിക്കും, അതായത് ഇഞ്ചിനകത്തോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട്, നല്ല ഓയിലുവാ. പക്ഷേ ഇത് 300 രൂപ കേട്ടോ, 303 രൂപയാണ് MRP വില. പക്ഷേ 300 രൂപയ്ക്കും ലഭിക്കും. ഞാനിപ്പോൾ ഈ ഓയിലാണ് ഉപയോഗിക്കുന്നത് കുറേ നാളായിട്ട്. നല്ല കമ്പനിയാണ്. ബാക്കിയുള്ള കമ്പനിയെക്കാട്ടിലും സ്വല്പം വില കൂടുതലാണ്. പക്ഷേ എന്നാലും
വണ്ടി ഓടിക്കോളും, വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല. ഇത്ര കട്ട ഇതുണ്ടോ, കട്ടക്കരി ആയാലും കിടന്ന് ഓടിക്കോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഓയിൽ നോക്കാതെ കിടന്ന് ഓടി കണ്ടാണ് അവസാനം വരെ കണ്ട ഇച്ചിരി ഓയിലേ ഉള്ളൂ. ഓയിൽ നോക്കാതെ കിടന്ന് ഓടി തട്ട കറകറായിരിക്കുക. വണ്ടി ഓയിൽ കുറഞ്ഞ നല്ലപോലെ പമ്മൽ വരും. അപ്പോൾ പമ്മൽ വന്നപ്പോൾ നോക്കിയതാണ് ഓയിൽ. ഇനി ഇതും കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉടനെ ഇഞ്ചൻ സ്റ്റക്കായതിനെ. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വണ്ടിപ്പണിയും വലിയ ആനക്കാരിയൊന്നുമല്ല കേട്ടോ. നമുക്ക് ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വല്പം ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാം അഴിച്ചു പറിച്ച് ഊരി കിടന്നു. പക്ഷെ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.